എല്ലാവരും വിചാരിക്കുന്നു ഞങ്ങൾ നേർമാർഗത്തിലാണെന്ന്. എന്നാൽ സുഹൃത്തുക്കളെ, ഖുർആൻ അവർക്ക് ചില ലക്ഷണങ്ങളും അടയാളങ്ങളും പറയുന്നുണ്ട്. ഒന്നാമത്തത് എന്താണെന്നറിയോ? ലോകത്തെ ഏറ്റവും ഉത്തമരായ മാതൃകാപുരുഷന്മാരായി ജനങ്ങൾക്ക് സന്മാർഗം കാണിക്കാൻ വന്ന പ്രവാചകന്മാരുടെ വഴിയിലാണോ നമ്മളെന്ന് നോക്കണം. അതെങ്ങനെ നമ്മൾ നോക്കുക? നമ്മളതിന് എന്തെങ്കിലും മനസ്സിലാക്കണ്ടേ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് തന്ന പ്രവാചകൻ. ആ പ്രവാചകൻ ഇറങ്ങിയതാണ് ഈ 114 സൂറത്തുകൾ. നമ്മളത് വായിച്ചു നോക്കിയോ സുഹൃത്തുക്കളെ? അത് വായിച്ചു നോക്കാതെ ആയിരക്കണക്കിന് നബി വചനങ്ങൾ പ്രവാചക ജീവിതത്തെ പകർത്തി നൽകുന്ന ആ മഹാവിജ്ഞാന ലോകത്തേക്കൊന്ന് എത്തി നോക്കാതെ നമ്മൾ എങ്ങനെയാണ് ആ വഴിയിലാണെന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും? ഉലൈകല്ലദീന ആതൈനാഹുമുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവ, അവർക്കാണ് അല്ലാഹു വേദഗ്രന്ഥവും അതേപോലെ തന്നെ പ്രവാചകത്വമൊക്കെ നൽകിയത്. ഫഇൻ യക്ഫുർ ബിഹാ ഹൗലൈ ഫഖദ് വക്കൽനാ ബിഹാ ഖൗമൻ ലൈസു ബിഹാ കാഫിരിൻ, അവരിതിൽ അവിശ്വസിക്കുകയാണെങ്കിൽ അതിൽ അവിശ്വസിക്കാത്തൊരു ജനതയെ നാം അത് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹ് എന്താ പറഞ്ഞ അറിയോ? ഉലൈകല്ലദീന ഹദല്ലാ, അല്ലാഹു അവരെ സന്മാർഗത്തിലാക്കി. പ്രവാചകന്മാരൊക്കെ നേർവഴിയിലാണ്. ഫബിഹുദാഹു മുഖ്തദി, ആ വഴിയെ നിങ്ങൾ പിൻപറ്റൂ എന്നാണ്. അപ്പൊ സുഹൃത്തുക്കളെ, വെറുതെ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഒരാൾക്ക് സന്മാർഗത്തിലാകാൻ പറ്റൂല. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ ദീനിന്റെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഹദീസുകളിൽ നമ്മൾ എത്ര അറിഞ്ഞു, ഖുർആനിൽ നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മൾ സന്മാർഗത്തിലാണെന്ന് അറിയാനുള്ള ഒന്നാമത്തെ വഴി. അത് നമ്മൾ പഠിച്ചിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് അല്ലാഹ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഫഇൻ ആമനൂ ബിമിത്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിക്കുകയാണെങ്കിൽ അവർ സന്മാർഗത്തിലായി എന്നാണ്. അപ്പൊ എങ്ങനെയാണോ നബിയും സഹാബത്തും വിശ്വസിച്ചത് അതുപോലെ വിശ്വസിക്കണം, എങ്കിലേ നിങ്ങൾ സന്മാർഗത്തിലാവുകയുള്ളൂ. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു ഹദീസാണ്, വസതഫ്തരിഖു ഉമ്മത്തി വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മ അലാ 73 ഫിർഖ, ഇത് 73 കക്ഷികളാകും എന്റെ സമുദായം. കുല്ലുഹാ ഫിന്നാർ, എല്ലാവരും നരകത്തിലാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഹിദായത്തുനിന്ന് പുറത്താണ്. ഇല്ലാ വാഹിദ, ഒരു കക്ഷി ഒഴികെ. ആരാണ് ആ വിജയിച്ച കക്ഷി? പേര് പറഞ്ഞില്ല സുഹൃത്തുക്കളെ, ലക്ഷണേ പറഞ്ഞുള്ളൂ. എന്താ ലക്ഷണം? മൻ കാന അലാ മാ അന അലൈഹി അസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഏതു മാർഗത്തിലാണോ ആ മാർഗത്തിലായവനാണ് ആ നരകത്തിൽ രക്ഷപ്പെട്ടവൻ. അപ്പൊ സഹാബത്തിന്റെ മാർഗം, പ്രവാചകന്റെ മാർഗം നമ്മൾ അറിഞ്ഞേ പറ്റൂ. അത് ഗൗരവത്തോടുകൂടെ പഠിച്ചു മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ ഞാൻ ശരിയിലാന്ന് വിചാരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ചില ധാരണകളിൽ ജീവിക്കുന്ന ഒരാള് ഞാൻ സന്മാർഗത്തിലാണെന്ന് വിചാരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നാണ്. രണ്ടാമത്തൊരു കാര്യം എന്താ? തെളിവാണ്. ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഇസ്ലാമികമായ പ്രമാണം എന്താണ്? ചില ആളുകൾ കുട്ടികൾ ജനിച്ചാൽ വിളിക്കും, എൻ്റെ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, ഞാൻ എന്തൊക്കെയാണ് ഇപ്പം ഇന്ന് ചെയ്യേണ്ടത്? അതൊരു ചോദ്യമാണ് സുഹൃത്തുക്കളെ. അയാൾക്ക് അറിയാത്ത കാര്യം ചോദിക്കുകയാണ്. എൻ്റെ വാപ്പ മരിച്ചിട്ടുണ്ട്, ഈ മരണസമയത്ത് എന്തൊക്കെ ചെയ്യണം? ആളുകൾ അപ്പോൾ ചോദിക്കും. അതിൻ്റെ അർത്ഥം അതിന് മുമ്പ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. നല്ലതിന് അപ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ. ജീവിതത്തിലെല്ലാം അങ്ങനെ ആവണം. നമ്മൾ ജുമാക്ക് വന്നതാണ്, ഇന്നത്തെ വെള്ളിയാഴ്ചക്ക് എന്തൊക്കെ പ്രത്യേകതയുണ്ട്, ഇവിടെ കയറിയിരിക്കും എന്തൊക്കെ ശ്രദ്ധിക്കാണ്ട്, എന്തൊക്കെ അദബുകളുണ്ട്, എന്തൊക്കെ മര്യാദകളുണ്ട്, എങ്ങനെ ഇരിക്കണമെന്നുണ്ട്, എപ്പോൾ വരണമെന്നുണ്ട്, എല്ലാറ്റിനും നിയമങ്ങളുണ്ട്. അപ്പൊ സത്യത്തിൽ എന്താന്ന് ചോദിച്ചാൽ, നാം ചെയ്യുന്നതിന് തെളിവുണ്ടോ എങ്കിൽ ആ തെളിവ് എന്താണ് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയണം. ഖുൽ ഇന്നി നുഹീതു അൻ അഅ്ബുദല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ഖുൽ ലാ അത്തബിഉ അഹ്വാഅകും, ഞാൻ നിങ്ങളുടെ ദേഹേച്ഛകളെ പിൻപറ്റുകയില്ല. നമുക്ക് തോന്നുന്നത് അതെങ്ങനെയാ മതമായി മാറും സുഹൃത്തുക്കളെ? ഖദ് ലലൽതു ഇദൻ വമാ അന മിനൽ മുഹ്തദീൻ, എൻ്റെ മനസ്സിന് തോന്നുന്ന കാര്യം ഞാൻ പിൻപറ്റിയാൽ ഞാൻ സന്മാർഗിയാവൂല എന്നാണ്. ഒരു കാര്യം പോലും ദീനിന്റെ പ്രമാണങ്ങളോ തെളിവുകളോ അറിയാതെ അനുഷ്ഠിച്ചുകൊണ്ടാണെങ്കിൽ നമ്മൾ സന്മാർഗത്തിലാണ്, ആ വിഷയത്തിൽ ശരിയാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല എന്നാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം തരൂ, മഹാപാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, പരിശുദ്ധ നിന്നു, നിഷിദ്ധങ്ങൾ പ്രവർത്തിക്കുന്നു, കൊലപാതകങ്ങൾ, വ്യഭിചാരങ്ങൾ, ഇങ്ങനത്തെ വലിയ വലിയ കൃത്യങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? നിർലജ്ജം തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും വിചാരിക്കുന്നു എന്ത്? ഞാൻ എപ്പോഴോ കൊടുക്കുന്ന ചില സംഭാവനകളെ കൊണ്ടോ സദക്കകളെ കൊണ്ടൊക്കെ ഞാനൊക്കെ ശരിയിലാണെന്ന് വിചാരിക്കുക. എങ്ങനെയാ സുഹൃത്തുക്കളെ? അള്ളാഹുവിന്റെ തൗഫീക്കിൽ ശരിയായ സന്മാർഗം ലഭിച്ചിരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നിരന്തരം നിഷിദ്ധങ്ങൾ പ്രവർത്തിച്ച് ജീവിക്കാൻ പറ്റുക? ഖദ് ഖസിറല്ലദീന ഖതലൂ ഔലാദഹും സഫഹം ബിഗൈരി ഇൽമ വഹറമൂ മാ റസഖഹുമുല്ലാഹു ഇഫ്തിറാഅൻ അലല്ലാഹ് ഖദ് ലല്ലൂ വമാ കാനൂ മുഹ്തദീൻ. കുട്ടികളെ കൊല്ലുന്ന, കൊലപാതകം ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ്, വമാക്കാനും, അവർ പഴച്ചു പോയിട്ടുണ്ട്, അവർ സന്മാർഗത്തിലല്ല എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായി അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു ഹറാം ജീവിതത്തിൽ തുടർന്നുകൊണ്ട് നമ്മൾ ശരിയിലാണ്, നന്മയിലാണ്, സന്മാർഗത്തിലാണ് എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല എന്നർത്ഥം. മറ്റൊരു കാര്യം എന്താ അറിയൂ? അടിസ്ഥാന ബാധ്യതകൾ നിർവഹിക്കണം. ഒരു മുസ്ലിം, ഒരു സത്യവിശ്വാസി നിർബന്ധമായും അവന്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അള്ളാഹു പള്ളികളുടെ പരിപാലനത്തെ കുറിച്ച് പറഞ്ഞ ഇന്നമായ അമറു മസാജിദ് അല്ലാഹ് മൻ ആമന ബില്ലാഹ്, ഈമാൻ അള്ളാഹുവിൽ ശരിയായി വിശ്വസിക്കണം, വൽ യൗമിൽ ആഖിർ,
അന്ത്യദിനത്തിൽ വിശ്വസിക്കണം, പരലോകം എന്താണെന്ന് അറിയണം, അവിടുത്തെ ഹിസാബ് എന്താണ്, അവിടുത്തെ സിറാത്ത് എന്താണ്, അവിടുത്തെ വിചാരണ എന്താണ്, അവിടെ ഏടുകൾ തരുന്നത് എങ്ങനെയാണ്, സ്വർഗ്ഗം എന്താണ്, നരകം എന്താണ്, ഒക്കെ നമ്മൾ പഠിച്ചറിഞ്ഞിരിക്കണം. സക്കാത്ത് കൊടുക്കണം, നിസ്കരിക്കണം. നിസ്കാരം കണിശമായി ഒരു വക്ത് പോലും 5 നേരം തികച്ച് നിസ്കരിക്കാത്ത ആൾക്കാരുണ്ട്. ഞാൻ മുസ്ലിമാണ്, ഞാൻ സ്വർഗത്തിലാണ് എന്നൊക്കെ വിചാരിച്ച് ജീവിക്കുന്ന ആളുകൾ. സക്കാത്ത് കൊടുക്കാത്ത ആൾക്കാരുണ്ട്. അവനവന്റെ സ്വത്തൊന്ന് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി കണക്ക് കൂട്ടാത്ത ആൾക്കാരുണ്ട്. വലം യഖ്ശയില്ലല്ലാ, അല്ലാഹുവിനല്ലാതെ മറ്റാരെയും അവർ ഭയപ്പെടുന്നില്ല. ഫഅസാ ഉലൈക അൻ യകൂനൂ മിനൽ മുഹ്തദീൻ. ഇതൊക്കെ ചെയ്യുന്ന ആളുകളെ സന്മാർഗം ലഭിച്ചവരായേക്കാം എന്ന് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇതേ ആശയത്തിൽ പറഞ്ഞത് പരീക്ഷണ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കുക. അത് വളരെ പ്രധാനമാണ് സുഹൃത്തുക്കൾ. നമ്മുടെ ഈമാനും നമ്മുടെ ദീനൊക്കെ ചിലപ്പോൾ പുറത്തു വരെ എപ്പോഴാണ് അറിയുന്നത്, നമുക്ക് അതിജയിക്കാൻ പറ്റാത്ത പരീക്ഷണ ഘട്ടങ്ങൾ വരും. അത് രോഗമാകാം, കടങ്ങളാകാം, പലതുമാകാം. ചില ആളുകൾ ആത്മഹത്യ ചെയ്യും. അവൻ നാളത്തെ കാര്യം ആലോചിക്കണേയില്ല, ഇപ്പത്തെ ഈ പ്രതിസന്ധി ഞാൻ രക്ഷപ്പെട്ടാൽ മതി എന്നാണ്. ആ രക്ഷപ്പെട്ടിട്ട് ഞാൻ പോണ ഖബറിൽ ഒരു പുതിയൊരു ലോകം എൻ്റെ മുന്നിൽ തുറക്കപ്പെടും എന്ന സന്ദർഭത്തിൽ അവൻ ചിന്തിക്കുന്നേ ഇല്ല. ജീവിത പ്രതിസന്ധികൾ അവന് കടുത്ത വാക്കുകൾ പറയും, അള്ളാഹുവിനെതിരെ പറയും, അള്ളാഹുവിനെ നിഷേധിച്ച് സംസാരിക്കും. ഇതൊന്നുമില്ല. ഏത് പ്രതിസന്ധി വന്നാലും പതറാതെ നിൽക്കാൻ പറ്റുന്നവന്റെ ഉള്ളിൽ ഹിദായത്തുണ്ട് എന്നാണ്. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. ക്ഷമ അവലംബിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹ് പറയാണ്, അവർക്ക് അള്ളാഹുവിന് അനുഗ്രഹമുണ്ട്, കാരുണ്യമുണ്ട്, അവർ സന്മാർഗം സിദ്ധിച്ചവരാണ്. അവർക്ക് എന്താ അങ്ങനെ പറ്റിയ തരങ്ങൾ, അവർക്ക് എന്തേ പ്രതിസന്ധികൾ അവർ പതരാതിരിക്കാൻ കാരണം? അവരെ ഉള്ളിൽ ചില തകർക്കാൻ പറ്റാത്ത ചില വിശ്വാസങ്ങളും ധാരണകളുമുണ്ട്. അതിൽ നിന്നുകൊണ്ട് അവർക്ക് ആടി ഉലയാതെ, പതറാതെ, വാക്കുകൾ പഴച്ചു പോകാതെ, ഈമാനിൽ പിഴവ് സംഭവിക്കാതെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണ്. മറ്റൊന്നെന്തായാലും ഷിർക്കില്ലാത്തവൻ മാത്രമേ ഹിദായത്തിലുള്ളൂ. പ്രത്യക്ഷമായി ഷിർക്ക് ചെയ്ത ഒരാൾ ഒരു കൂമ്പാരം നന്മകൾ ചെയ്തു പോയാലും അയാളെപ്പറ്റി നമുക്കൊരു പ്രതീക്ഷയില്ല സുഹൃത്തുക്കളെ. സന്മാർഗത്തിലാണോ അയാൾ ഷിർക്ക് ഉണ്ടാവൂല. ഖുർആൻ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിദുൽമ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിച്ചവർ, അവിടെ വിശ്വാസത്തിൽ ദുൽമിനെ, ഷിർക്കിനെ കൂട്ടിക്കലർത്താത്തവർ, ഉലൈക ലഹുമുൽ അംനു, അവർക്ക് നിർഭയത്വം ഉണ്ടാവും, മനസമാധാനം ഉണ്ടാവും, അവർ സന്മാർഗത്തിലുമായിരിക്കുമെന്നാണ്. ഷിർക്കൂറുകാർ ഒരേലസോ ഉറുക്കോ അങ്ങനത്തെ ഒരു പരിപാടി, ഒരു ബേജാറും അവന്റെ മനസ്സിലില്ല. എന്തൊരു നിർഭയത്താണ് സുഖം. ഉറങ്ങാൻ എന്തൊരു സമാധാനമാണ്. ഒരു പക്ഷിന്റെ ശബ്ദം കേട്ടാൽ, എന്തെങ്കിലും ഒരാളൊന്ന് വന്ന് പറഞ്ഞാൽ, ഒരാൾ വന്നിട്ട് എന്തൊരു അഭിപ്രായം പറഞ്ഞു പോയാൽ ഒക്കെ ബേജാറാണ്. അള്ളാഹുവെ നീ തന്നതിനെ തടുക്കാൻ ഒരാളുമില്ല, നീ തരാത്തിനെ വാങ്ങിത്തരാൻ ഒരാളുമില്ല. ആ തൗഹീദിന്റെ ഉറച്ച വിശ്വാസം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ, അവൻ ഹിദായത്ത് കിട്ടിയവനാണ്, അവൻ സന്മാർഗത്തിലാണെന്നാണ്. പിന്നെ എന്താ പൊതുവേ എന്താ വെച്ചാൽ, ഒരാള് സത്യത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ അയാളുടെ പ്രവർത്തനവും ജീവിതവും നോക്കിയാൽ തന്നെ നമുക്കെന്ത് തോന്നുന്നത്, നമുക്ക് തന്നെ ന്യായമായും ശരിയാണെന്ന് തോന്നുന്നൊരു നിലപാടേ അയാൾക്ക് ഉണ്ടാവും. അത് പൊതുവെ അങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഒരാളെ കുറിച്ച്, ആരും ഒരു അഡ്രസ്സ് പറയില്ല, ഒരാളെ കുറിച്ച് മിൻ അക്സൽ മദീനത്തി റജുൽ, ഒരാൾ വന്നു, എന്നിട്ട് എന്താണ്, കാലയാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ പ്രവാചകന്മാരെ പിൻപറ്റിക്കൊള്ളു. എൻ്റെ പ്രവാചകന്മാരാണ് ശരി, ഓരെ തച്ച് കൊല്ലല്ല വേണ്ടത്, അവരെ കൂടെ പിൻപറ്റി അവരെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. എന്താ കാരണം? ഇത്തബിഉ മല്ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ, നിങ്ങളോട് കൂലി ചോദിക്കാത്തവരെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളു, അവർ സന്മാർഗികളായിരിക്കും. ഒരു താല്പര്യമില്ലാതെ നിഷ്കളങ്കമായി തല്ലും ആളുകളുടെ ബഹിഷ്കരണമൊക്കെ കൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി ശരി പറഞ്ഞു തരാൻ മെനക്കെട്ട ആളുകൾ എന്തായാലും ശരിയിലേ ആകൂ. അത് നമ്മുടെ ബുദ്ധി സമ്മതിക്കുന്നൊരു കാര്യമാണ്. ഒരു താല്പര്യമില്ലാതെ എങ്ങനെ അടിച്ചാട്ടി ഓടിച്ചിട്ട് പോലും സത്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത് നിലകൊള്ളുന്ന ഈ മഹാന്മാർ, പ്രവാചകന്മാർ സത്യത്തിലാവാതിരിക്കാൻ നിവർത്തിയില്ല എന്നാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, സത്യത്തിലാണോ എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധി കൊണ്ടും ചില ലക്ഷണങ്ങളെ കൊണ്ട് മാറുന്നു. മറ്റൊരു കാര്യം, നമുക്ക് നമ്മളെക്കുറിച്ച് അളക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വചനമാണ് വിശുദ്ധ ഖുർആനിലെ ഈ വചനം. സൂറത്ത് സുമറിലെ 18-ാമത്തെ വചനം, അല്ലദീന യസ്തമിഉൽ ഖൗൽ, വാക്കിനെ അവർ ശ്രദ്ധിച്ച് കേൾക്കും. നമ്മളൊക്കെ ദീനിന്റെ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ഗൗരവപൂർവ്വം കേൾക്കാൻ ശ്രമിക്കുന്നുണ്ടോ? നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഒന്ന് ഗൗരവത്തോട് കൂടെ ഒന്ന് കേൾക്കണമല്ലോ ഞാൻ എന്ന് വിചാരിച്ച് നമ്മൾ കണ്ടെത്തിയ ദിവസം ഏതാണ് സുഹൃത്തുക്കളെ? ആ സമയം ഏതാണ്? ആ മണിക്കൂർ എത്രയാണ്? നമ്മളോട് ചോദിക്കണം. അല്ലതിന് യസ്തമിഉൽ, ശരിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്തായാലും അത് കേൾക്കാൻ കുറച്ച് സമയം നീക്കിവെക്കും. കേൾക്ക മാത്രല്ല, അവരെയാണ് അല്ലാഹു സന്മാർഗത്തിലാക്കിയത്. അവരാകുന്നു
ബുദ്ധിമാന്മാർന്നാണ്. അപ്പൊ അള്ളാഹു സന്മാർഗം നൽകിയിട്ടുള്ള ആളുകളുടെ ലക്ഷണമാണ് എന്തരും? കേൾക്കാനുള്ളൊരു മനസ്സ്, കേൾക്കാനുള്ളൊരു മനസ്സ് അവർക്കുണ്ടാകും. എന്നിട്ട് അവർ ശരിയെ പിൻപറ്റുന്നതാണ്. ഇതൊക്കെ നമുക്ക് വേണം സുഹൃത്തുക്കളെ, എങ്കിലുള്ളൂ ഈ ഫാത്തിഹയിൽ ഓതുന്ന ആ ആയത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ. ശരിയായ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നവർക്കുള്ള ലക്ഷണമാണ് നല്ലത് കേൾക്കാനും പിൻപറ്റാനുള്ള മനസ്സ്. അതുകൊണ്ട് ഈ ഖുർആൻ പറഞ്ഞ ഈ ലക്ഷണങ്ങൾ നമ്മളിലൊക്കെ അവശേഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇല്ലെങ്കിൽ ഇതൊക്കെ വളരെ ലളിതമായ ആശയങ്ങളാണ്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാവുന്ന ആശയങ്ങളാണ്. അതിലൂടെ നമ്മൾ മുന്നോട്ട് പോകുവാനും ശരിയായ ഒരു താരതമ്യത്തിന് നമ്മുടെ ജീവിതത്തെ ഒന്ന് താരതമ്യം ചെയ്യാൻ, ഒരു പുനരവലോകനം ചെയ്യാൻ, ആത്മവിചിന്തനം ചെയ്യാൻ നമ്മൾ തയ്യാറാവും.